ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്മ പുറത്താക്കിയതിനെ തുടർന്ന് ഹോട്ടലിൽ റൂമെടുത്ത് താമസിക്കുന്ന മഹേഷിനെ കാണാനായി മോഹൻ എത്തുന്നുണ്ട്. താൻ കുറച്ചുകാലം മാറി നിൽക്കുകയാണെന്നും കേസും കാര്യങ്ങളും നന്നായി നടക്കുമെന്നും അതിനുള്ള എല്ലാ ഏർപ്പാടുകളും താൻ ചെയ്തിട്ടുണ്ടെന്നും മഹേഷിനോട് പേടിക്കേണ്ടെന്നും മോഹൻ പറയുന്നുണ്ട്. അത് കേൾക്കെ മഹേഷും ടെൻഷനോടെ പറയുന്നുണ്ട്, അച്ഛനും കൂടി മാറിയ പിന്നെ ആരുമില്ലാതാവും. രേണു പോലും പോയി, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തുമായി. ഇപ്പോൾ രാധേച്ചിയും അടുത്തില്ല, ഇതിൻ്റെ കൂടെ അച്ഛനും കൂടി പോയാൽ എന്നവൻ പറയുമ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് മാറിയില്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും എവിടെയാണെങ്കിലും ബന്ധപ്പെട്ടോളും. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ തിരിച്ചു വന്നിട്ട് നിന്നെ വീട്ടിൽ കയറ്റുന്ന കാര്യത്തിൽ ഇടപെടാം. നിങ്ങളെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കിവിടാൻ പറ്റില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്കും മഹേഷേ, അച്ഛനുണ്ട് കൂടെയെന്ന് മഹേഷിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവന് ധൈര്യം നൽകുന്നുണ്ട് മോഹൻ. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വല്ലാത്ത പതർച്ച ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മഹേഷും പറയുന്നുണ്ട്. അത് ഞാൻ പെട്ടെന്ന് ധൃതിയിൽ കയറി വന്നുകൊണ്ട് നിനക്ക് തോന്നുന്നതാണെന്ന് മോഹനും പറയുന്നുണ്ടേ. താൻ ഇറങ്ങിയാണെന്നും തൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ ഇനി കിട്ടില്ലെന്നും താൻ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചോളാമെന്നും ഇന്ന് രാത്രി മൊത്തം ഓടേണ്ടതാണെന്നും പറഞ്ഞ് മഹേഷിനോട് ഭക്ഷണം കഴിക്കാനായി പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് മോഹൻ ഇറങ്ങുന്നുണ്ടേ. പിന്നീട് സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വക്കീലിനെയാണ് കാണിക്കുന്നത്. സന്തോഷിൻ്റെ അച്ഛനും അമ്മയും പോറ്റിയും മുറ്റത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വക്കീൽ വരുന്നത്. പോറ്റിയപ്പോഴേക്കും മണിയോടായി, മണി സന്തോഷിനോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ, നമ്മുടെ വക്കീൽ വന്നത് കണ്ടില്ലേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും മണി അവിടുന്ന് എഴുന്നേറ്റ് ചെന്ന്, മോനെ കുഞ്ഞുട്ടാ, ദേ അഡ്വക്കേറ്റ് വന്നിരിക്കുന്നു, വാടാ എന്ന് മുറ്റത്തുനിന്ന് അകത്തേക്ക് വിളിച്ച് പറയുന്നുണ്ട്. പോറ്റി വക്കീലിനോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് സന്തോഷിൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതെൻ്റെ അളിയൻ നടേശൻ, റെയിൽവേയിലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും വക്കീൽ അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടേ. അമ്മയുടെ വിളി കേട്ട് സന്തോഷം അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സന്തോഷിനെയും പോറ്റി വക്കീലിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ മരുമകൻ സന്തോഷ്, ചിറയൂർ VEO ആണെന്ന്. അവനെ കണ്ട്, ഓ ഇതാ നമ്മുടെ കക്ഷിയല്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും, ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ കഷ്ടകാലം പിടിച്ച ആ കക്ഷി. VEO ആയതുകൊണ്ട് എത്ര നല്ല സർക്കാർ ജോലിയുള്ള തറവാടി പെമ്പിള്ളേര് വന്നതാണെന്നറിയോ ഇവന്. ഇവന്റെ തലയിൽ ഇങ്ങനൊന്ന് എഴുതി വെച്ചു എന്ന് പോറ്റിയും സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. വക്കീൽ അപ്പോഴേക്കും സന്തോഷിനോടായി പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശങ്കരണ്ണൻ പറഞ്ഞു തന്ന് കാണുമല്ലോ എന്ന്. അത് കേട്ട് പോറ്റിയും പറയുന്നുണ്ട്, മാമന്മാർ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ അത്രയ്ക്ക് വിലയെ കാണൂ എന്ന്. അഡ്വക്കേറ്റ് ആവുമ്പോൾ കേൾക്കുമെന്ന്. വക്കീലും പറയുന്നുണ്ട്, ശങ്കരണ്ണന്റെ കാര്യം ഞങ്ങൾ പണ്ടേ തമാശയായിട്ട് പറയും, കുറെ നിയമങ്ങളൊക്കെ അറിയാം, ഇനി ഒരു കോട്ടിന്റെ കുറവും കൂടിയേ ഉള്ളൂ എന്ന്. അപ്പോഴേക്കും സന്തോഷിന്റെ ചേട്ടൻ ആനന്ദും ചേട്ടത്തി റാണിയും കൂടി അങ്ങോട്ടെത്തുന്നുണ്ട്. പോറ്റിയപ്പോഴേക്കും വക്കീലിനെ അവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതാണ് മൂത്ത മരുമോനും കെട്ടിയോളും. എന്നിട്ട് വക്കീലിനോടായി, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ മധുബ, നീ പോയിന്റ് കുറിച്ചോ. അവരുടേത് ഒരു ഫ്രോഡ് കുടുംബമാ. ജോലിയുള്ള പയ്യനെ കിട്ടാൻ വേണ്ടി നടത്തിയ കുബുദ്ധിയാണ് ആശ്രിത നിയമനം. അമ്മ ജീവിച്ചിരിക്കെ ആശ്രിത നിയമനം നേടി. വിശ്വാസവഞ്ചന അത് മെയിൻ പോയിന്റാ എന്നൊക്കെ പോറ്റി പറയുമ്പോഴേക്കും വക്കീൽ അതെല്ലാം കുറിച്ചു വെക്കുന്നുണ്ട്. ദാമ്പത്യത്തിനിടയിൽ അമ്മയുടെ കാര്യം മറച്ചുവെച്ചു, നമ്മുടെ കുടുംബാംഗങ്ങളെ തല്ലുകയും അപമാനിക്കുകയും ചെയ്തു എന്ന് പോറ്റി പറയുമ്പോഴേക്കും അമ്പരപ്പോടെ അതാരായെന്ന് വക്കീലും ചോദിക്കുന്നുണ്ട്. അത് എന്നെ തന്നെ, അല്ലാതാരെയാ, എൻ്റെ വെപ്പു പല്ല് പൊട്ടിപ്പോയി മധുവ എന്ന് പോറ്റി സങ്കടത്തോടെ പറയുന്നുണ്ട്. പിന്നെ മാനസിക പീഡനം കാരണം സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നു എന്ന് വരണം എന്ന് പോറ്റി പറയുന്നത് കേട്ട് അവസാനം ഇവന് തലയ്ക്ക് സുഖമില്ലെന്ന് വരരുത് എന്ന് സന്തോഷിൻ്റെ അച്ഛൻ നടേശനും പറയുന്നുണ്ട്. താനൊരു സൈക്കോളജിസ്റ്റിന്റെ നമ്പർ തരാമെന്നും ബാക്കിയെല്ലാം അയാൾ ശരിയാക്കിക്കോളുമെന്ന് വക്കീലും പറയുന്നുണ്ടേ. പോറ്റി വീണ്ടും തുടരുന്നുണ്ട്, പയ്യന്റെ അമ്മയോടും അമ്മാവനോടും മോശമായി പെരുമാറി, മാനസിക പീഡനം, കലഹമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിയോടെ കേസ് ബലക്കണമെങ്കിൽ ഒരു വിവാഹേതര ബന്ധം കൂടി വേണം അല്ലേ മധുബ എന്ന് പോറ്റി ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അതുവരെ എല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ നിന്ന സന്തോഷം മുന്നോട്ട് വന്ന്, അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഉള്ള കാര്യവും പറഞ്ഞ് നടക്കാനാണെങ്കിൽ നിന്റെ കുറെ ചെരുപ്പ് തേയും. നീ പറയുന്നതൊന്ന് കേൾക്ക്, അതാവുമ്പോ മറ്റേ എൻ്റെ കാരണം അടിച്ചു പൊട്ടിച്ചവന് കൊടുക്കാം ആ ഗിഫ്റ്റ് എന്ന് പോറ്റി കുബുദ്ധിയോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ വക്കീലും പറയുന്നുണ്ട്, പ്രോപ്പറായ ഒരു ഫിസിക്കൽ റിലേഷൻ ഇല്ലായിരുന്നു എന്നുള്ളത് ചേർക്കാവുന്ന ഒരു വാലിഡായ കാര്യമാണെന്ന്. സെക്സ് നിഷേധിക്കൽ ദാമ്പത്യത്തിലെ ഒരു കുറ്റമാണ് എന്ന് വക്കീൽ പറയുന്നത് കേട്ട്, ഇതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ടെൻഷനോടെ സന്തോഷം പറയുന്നുണ്ട്. നീ പറയുന്നതുമായി കോടതിയിൽ ചെന്ന ഓടിച്ചു വിടും, നീ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് സന്തോഷേ എന്ന് പോറ്റിയും പറയുന്നുണ്ട്. എന്നിട്ട് വക്കീലിനോടായി, പിന്നെ എൻ്റെ ഭാര്യമാരെ എനിക്കെതിരെ ഡിവോഴ്സിന് പ്രയോഗിച്ച ചില ലോ പോയിന്റ്സ് ഉണ്ട്, അത് ഞാൻ പിന്നെ നിനക്ക് പറഞ്ഞു തരാം.
എന്ന് ചിരിയോടെ പോറ്റി പറയുന്നുണ്ടേ. ജോലിയുള്ള പയ്യനെ കെട്ടുന്നതിനുള്ള അവരുടെ കെണിയിൽ വീണതാണെന്നും അങ്ങനെയും ചേർക്കാമല്ലോ എന്ന് വക്കീലും പറയുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസവഞ്ചന കാട്ടിയെന്നും കുടുംബാംഗങ്ങളെ തല്ലിക്കുകയും കക്ഷിക്ക് മാനസികാഘാതമുണ്ടാക്കുകയും പരപുരുഷ ബന്ധമുണ്ടെന്നുള്ളതും തൃപ്തികരമായ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കക്ഷിക്ക് കിട്ടുന്നില്ല എന്നുള്ളതുമൊക്കെ പറഞ്ഞ് സംഗതി നമുക്ക് ഫയൽ ചെയ്യാമെന്നേ എന്ന് വക്കീൽ പറയുന്നത് കേട്ട് പോറ്റിയും സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും സന്തോഷം പറയുന്നുണ്ട്, അതെ, ആ ആലിഗേഷൻ ഒഴിവാക്കണമെന്ന്. അതൊക്കെ മധുപൻ നോക്കിക്കോളും, ആ അഫിഡവിറ്റ് ഒന്ന് സൈൻ ചെയ്യ് എന്ന് പോറ്റിയും പറയുന്നുണ്ട്. വക്കീൽ അഫിഡവിറ്റിൽ സൈൻ ചെയ്യാനായി പേന കൊടുക്കുമ്പോഴേക്കും സന്തോഷ് ആ പേന വാങ്ങിച്ചോണ്ട് ടെൻഷനോടെ അന്ന് വീണയെ കണ്ടത് മുതലുള്ള കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. സങ്കടത്തോടെ അവൻ ആ പേപ്പറിൽ സൈൻ ചെയ്യുമ്പോഴേക്കും ആ കാഴ്ച കാണുന്ന പോറ്റിക്കും മണിക്കും സന്തോഷമാവുന്നുണ്ടേ. അത് കണ്ട് സഹിക്കാനാവാതെ ചേട്ടത്തി റാണി ഏട്ടൻ ആനന്ദിനോടായി പറയുന്നുണ്ട്, അനിയൻ കൂടുതൽ വലിയ പ്രശ്നത്തിലേക്കാ പോകുന്നതെന്ന് തോന്നുന്നെന്ന്. നീ ഇനി ഓരോന്ന് പറയാൻ നിൽക്കേണ്ടെന്ന് ആനന്ദും പറയുന്നുണ്ട്. സന്തോഷ് എല്ലാ പേപ്പറിലും സൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും വക്കീലും പറയുന്നുണ്ട്, അവർക്ക് ലീഗൽ നോട്ടീസ് ഉടനെ അയക്കാം, ഞാൻ സന്തോഷ് സാറിനെ വിളിച്ചോളാമെന്ന്. അത് കേട്ട് പോറ്റിയും മണിയും സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും ഒരു ദിവസം ഞാൻ ഓഫീസിലോട്ട് വിളിക്കാമെന്ന് ആകെ വിഷമത്തോടെ നിൽക്കുന്ന സന്തോഷിനോടായി വക്കീൽ പറയുന്നുണ്ട്. എന്നാ ശരി ശങ്കരണ്ണ, വിളിക്കാം എന്ന് വക്കീൽ പറയുമ്പോഴേക്കും പോറ്റിയും സന്തോഷത്തോടെ ചിരിയോടെ നമസ്കാരം പറഞ്ഞ് അയാളെ യാത്രയേക്കുന്നുണ്ടേ. പിന്നീട് വീട്ടിൽ നിന്ന് അമ്മ പുറത്താക്കിയതിനെ തുടർന്ന് വിഷ്ണുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്ന രാധയെയും കുടുംബത്തെയുമാണ് കാണിക്കുന്നത്. ആകെ ടെൻഷനോടെ ഡൈനിങ് ടേബിളിലിരിക്കുകയാണ് രാധയും വിഷ്ണുവും. വിഷ്ണുവിൻ്റെ അമ്മ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇന്നലെ നിങ്ങളെ അസമയത്ത് വന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. ആരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടെങ്കിലും ഒന്ന് പറ. അവിടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് വിഷ്ണുവിൻ്റെ അമ്മ വിഷ്ണുവിനോടായി ചോദിക്കുന്നുണ്ട്. എന്താ അവിടുന്ന് വഴക്കിട്ടിറങ്ങിയ ഇവിടെ കേറ്റൂലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും അമ്മ കാര്യമൊന്നും അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് വിഷ്ണുവിൻ്റെ അമ്മയും പറയുന്നുണ്ട്. രാധ ഒന്നും പറയാതെ ടെൻഷനോടെ തല താഴ്ത്തിയിരിക്കുമ്പോഴേക്കും കുറച്ചു ദിവസം ഞങ്ങൾ ഇവിടെ കാണും, തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതിയെന്ന് വിഷ്ണുവും പറയുന്നുണ്ട്. ഈ ഇടയായി നിനക്ക് വീട്ടിലും പോലീസ് മുറിയാണല്ലോ എന്ന് വിഷ്ണുവിൻ്റെ അമ്മ ചോദിക്കുന്നത് ഇഷ്ടമാവാതെ രാധ എഴുന്നേറ്റ് സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്നുണ്ടേ. അമ്മയൊന്ന് നോക്കിക്കൊണ്ട് പുറകെ തന്നെ വിഷ്ണുവും കയറി പോകുന്നുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കല്ലു മുത്തശ്ശിയോടായി പറയുന്നുണ്ട്, കാര്യമൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന്. സംഗതി അവിടെ പ്രശ്നമായിട്ട് തന്നെയാ ഞങ്ങൾ വന്നതുമല്ല, ഇറക്കി വിട്ടതാ അവിടുന്ന് എന്ന് കല്ല് പറയുന്നത് കേട്ട് അമ്പരപ്പോടെ ടീച്ചറോ എന്ന് വിഷ്ണുവിൻ്റെ അമ്മയും ചോദിക്കുന്നുണ്ട്. അമ്മമ്മയുടെ ക്ഷമയ്ക്കും ഒരതിരില്ലേ അച്ഛമ്മേ എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും എന്താ കാര്യമെന്ന് അവരും ചോദിക്കുന്നുണ്ട്. കാര്യം മുഴുവൻ പറയണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കും, കാര്യത്തിൻ്റെ ഒരു സമ്മറി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കല്ലു നടന്ന കാര്യങ്ങളെല്ലാം അച്ഛമ്മയ്ക്ക് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. മോഹൻ്റെ കംപ്ലൈൻറ്റിനെ തുടർന്ന് ടീച്ചർ അമ്മയെയും വീണയെയും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും അവർക്കെതിരെ രാധ കോടതിയിൽ സാക്ഷി പറഞ്ഞതും മോഹൻ്റെ കൊലപാതക ശ്രമമാണ് അന്നത്തെ കന്യാകുമാരി ആക്സിഡൻ്റ് എന്ന് ടീച്ചറമ്മ കോടതിയിൽ വെളിപ്പെടുത്തിയപ്പോഴേക്കും മോഹൻ അവിടെ നോടി രക്ഷപ്പെട്ടതും പിന്നീട് തിരിച്ച് വീട്ടിലെത്തിയ രാധയോടും മഹേഷിനോടും ടീച്ചറമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതുമെല്ലാം കല്ലു അച്ചമ്മയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ട് വിഷ്ണു സസ്പെൻഷനിലും ആയോ എന്ന് അച്ചമ്മ കല്ലുവിനോടായി ചോദിക്കുന്നുണ്ട്. അവിടെ റൂമിൽ വിഷ്ണുവിനോട് വഴക്കുണ്ടാക്കുകയാണ് രാധ. ഇവിടെ എത്ര ദിവസം നിൽക്കും എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും ഇവിടെ എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാലോ, ഇത് എൻ്റെ വീടല്ലേ എന്ന് വിഷ്ണുവും. എനിക്കും കൂടി പറ്റണ്ടേ എന്ന് രാധ ടെൻഷനോടെ പറയുമ്പോഴേക്കും ഞാൻ അവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ പേരില ഈ പരിഹാസം മുഴുവൻ കേട്ടത് എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തിനാ മൈൻഡാക്കുന്നേ? ഇവിടുന്നാവുമ്പോൾ പിള്ളേരെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കാനും പാടാ. രാവിലെ കൊണ്ടാക്കി വൈകുന്നേരം ചെന്ന് വിളിക്കണം. നിങ്ങൾക്കിപ്പോൾ പണിയില്ലാതെ നിൽക്കുവല്ലേ, നിങ്ങൾ പോയാൽ മതി. പിന്നെ എൻ്റെ കൊറിയർ അയക്കാനുള്ള വകുപ്പുണ്ടാക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ പിള്ളേരെ ഫീസ് എങ്ങനെ കൊടുക്കും എന്ന് രാധ ചോദിക്കുന്നത് കേട്ട് ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഒന്ന് സമാധാനപ്പെട്, എല്ലാത്തിനും വഴി ഉണ്ടാക്കാമെന്ന് വിഷ്ണുവും. പിന്നെ അടുക്കളയിൽ അമ്മയെ സഹായിച്ചു കൊടുക്കണം, അമ്മയ്ക്ക് വയ്യാത്തതാണെന്ന് വിഷ്ണു ഓർമ്മിപ്പിക്കുമ്പോഴേക്കും തനിക്ക് ഇവിടുത്തെ അടുക്കള ഇഷ്ടമല്ലെന്ന് രാധ പറയുന്നുണ്ട്. എല്ലാത്തിനും എന്തെങ്കിലും ന്യായം പറഞ്ഞോ, എങ്ങനെയെങ്കിലും ഒതുങ്ങിപ്പോവാൻ നോക്ക് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഞാൻ എന്തിനു ഒതുങ്ങിപ്പോവണം, എനിക്കതിൻ്റെ ഒരാവശ്യവുമില്ലെന്ന് രാധയും പറയുന്നുണ്ട്. നീ ഒട്ടും ഒതുങ്ങണ്ട, നീ നിന്റെ പാട്ടിന് പോ എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ പറയുന്നത് താഴെ ഡൈനിങ് ടേബിളിലിരിക്കുന്ന കല്ലുവും കാവ്യയും അച്ചമ്മയും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം ഒപ്പിച്ചു വച്ചിട്ട് എന്ന് ദേഷ്യത്തോടെ വിഷ്ണു രാധയോടായി പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നുണ്ടേ. ഇതൊക്കെ അച്ചമ്മയെ സംഭവം എന്ന് കല്ല് പറഞ്ഞു തീരുമ്പോഴേക്കും വിഷ്ണുവും താഴെ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ അവനോടായി ചോദിക്കുന്നുണ്ട്, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ വിഷ്ണു എന്ന്. നീ ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിലും പറയണ്ടേ, കൊള്ളാം കേട്ടോ
എന്നമ്മ പറയുമ്പോഴേക്കും സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന രാധയും പറയുന്നുണ്ട്. എല്ലാം കേട്ട് അമ്മയ്ക്ക് ടെൻഷനാവും എന്നല്ലാതെ വേറെ ഗുണമൊന്നുമില്ലല്ലോ എന്ന്. കല്ലു അതിനിടയ്ക്ക് അവിടെ ഇരുന്ന മൊബൈൽ എടുത്തോണ്ട് പുറത്തേക്ക് വന്ന് വീണയെ വിളിക്കുന്നുണ്ട്. വീണ അവളുടെ കോൾ എടുത്തോണ്ട് ഹലോ കല്ലൂസേ, ഇന്നലെ വീട്ടിലെത്താൻ ലേറ്റ് ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. കുറച്ച്, ഞങ്ങൾ കെട്ടും പണ്ടവുമായി രാത്രി വന്നപ്പോഴേ അച്ഛമ്മ ചോദിച്ചു വീട്ടിൽ നിന്ന് പ്രശ്നമായിട്ട് വന്നതാണോന്ന്. അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല. ഇന്നും അച്ഛമ്മ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പഴയതുപോലെ ബലം പിടിച്ചു. ഞാൻ പിന്നെ കാര്യങ്ങളെല്ലാം അച്ഛമ്മയോട് പറഞ്ഞു എന്ന് കല്ല് പറയുന്നത് കേട്ട് അത് നന്നായി. നീ അവിടെ ഓക്കെ ആണോ കല്ലൂസേ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. കല്ലുവും ടെൻഷനോടെ പറയുന്നുണ്ട്. മാധവത്തിൽ നിന്ന് മാറിയ ഉറക്കം പോലും വരില്ല, കുഞ്ഞിക്ക് അറിയാലോ എന്ന്. നിങ്ങളിവിടെ ഇല്ലാത്തോണ്ട് ആകെ വല്ലാത്ത പോലെ ഒരു രസവുമില്ല എന്ന് വീണ പറയുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഇട്ടുള്ള പണിയല്ലേ, അവര് പഠിക്കട്ടെ, തൽക്കാലം ഞങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കല്ലുവും പറയുന്നുണ്ട്. അതെ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഏട്ടൻ എങ്ങോട്ട് പോയോ ആവോ എന്ന് വീണ പറയുന്നുണ്ട്. എന്തായാലും ഭാർഗവൻ അപ്പൂപ്പൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും പോയി കാണും എന്ന് കല്ല് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് സ്കൂളിൽ പോവാനാ പാടല്ലേ, അവിടെ നിങ്ങളുടെ സ്കൂൾ ബസ് വരില്ലല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട്. ഇല്ല വരില്ല, ഇപ്പോൾ അച്ഛൻ ഫ്രീ ആയോണ്ട് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പക്ഷെ വൈകിട്ട് വിളിക്കാനും വരണ്ടേ, അതാ പാട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ലൈൻ ബസ്സിൽ പോവാം, എന്നാലും പാടാ. പിന്നെ എല്ലാവർക്കും ഭക്ഷണം വെച്ചൊന്നും അച്ഛമ്മയ്ക്ക് ശീലമില്ലല്ലോ. ഇവിടെ ഇനി അമ്മ അടുക്കളയിൽ കയറുമോന്ന് തന്നെ അറിയില്ല എന്ന് കല്ലു ടെൻഷനോടെ പറയുന്നത് കേട്ട് എല്ലാം പെട്ടെന്ന് കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു എന്ന് വീണ പറയുമ്പോഴേക്കും പുറത്ത് ഒരു സ്കൂട്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ വീണ്ടും വീണ്ടും കലക്കുവല്ലേ, പിന്നെ എങ്ങനെ തെളിയും എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും അതാ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് വീണയും സിറ്റ് ഔട്ടിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പോസ്റ്റ്മാനും അങ്ങോട്ട് എത്തിയിരുന്നു. കല്ലൂസേ, പോസ്റ്റ്മാൻ വന്നു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് വീണ പറയുമ്പോഴേക്കും ശരി കുഞ്ഞാ എന്ന് പറഞ്ഞ് കല്ലുവും കോൾ വയ്ക്കുന്നുണ്ടേ. പോസ്റ്റ്മാൻ്റെ അടുത്തുനിന്ന് വീണ സൈൻ ചെയ്ത് ആ ലെറ്റർ വാങ്ങിക്കുന്നുണ്ട്. ആ ലെറ്ററുമായി ഡൈനിങ് ഹാളിലെത്തിയ വീണ സംശയത്തോടെ അത് പൊട്ടിച്ച് വായിച്ചു നോക്കുന്നുണ്ടേ. അത് സന്തോഷ് തനിക്ക് അയച്ച ഡൈവോഴ്സ് നോട്ടീസാണെന്ന് മനസ്സിലാക്കിയ വീണ സങ്കടത്തോടെ നിൽക്കുമ്പോഴേക്കും ഡേ ഇതാരുടെയാ കത്തെന്ന് അങ്ങോട്ട് വന്ന കനിയും ചോദിക്കുന്നുണ്ട്. ആകെ തകർന്ന വീണ ഒന്നും മിണ്ടാനാവാതെ സങ്കടത്തോടെ കരഞ്ഞോണ്ട് ആ ലെറ്റർ കനിക്കായി നൽകുന്നുണ്ടേ. ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്ന ടീച്ചറമ്മയും എന്താടീന്ന് ചോദിക്കുമ്പോഴേക്കും സന്തോഷേട്ടന്റെ വക്കീല് ഡിവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് കനി പറയുന്നുണ്ട്. അത് കേട്ട് ആകെ ഞെട്ടലോടെ ടീച്ചറമ്മയും കനിയുടെ കയ്യിൽ നിന്ന് ആ നോട്ടീസ് വാങ്ങി വായിച്ചു നോക്കുന്നുണ്ടേ. അപ്പോഴേക്കും അങ്ങോട്ട് വല്യമ്മയും ലില്ലി മാമിയും റജിയും എത്തുന്നുണ്ട്. സങ്കടത്തോടെ കരയുന്ന വീണയോടായി കനി ചോദിക്കുന്നുണ്ട്. എടി നീ എന്തിനാ ഇങ്ങനെ ഈ കരയുന്നത്? ഇത് ഡിവോഴ്സ് നോട്ടീസ് അല്ലേ, അല്ലാതെ നിന്നെ തൂക്കിക്കൊല്ലാനുള്ള ഉത്തരവൊന്നുമല്ലല്ലോ എന്ന്. തൻ്റെ അരികിലേക്ക് വന്ന ശിവരാമേട്ടനും ആ നോട്ടീസ് കാണിച്ചു കൊടുത്തോണ്ട് ഡിവോഴ്സ് നോട്ടീസ് എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട്. കരയല്ലേടിന്നും പറഞ്ഞ് കനി വീണയെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും പെട്ടെന്ന് കാണുമ്പോൾ വിഷമം തോന്നില്ലേ, അതുകൊണ്ടാണെന്ന് വല്യമ്മയും പറയുന്നുണ്ട്. വല്യമ്മ അവളുടെ അടുത്തേക്ക് ചെന്ന് പോട്ടെ മോളെ വിഷമിക്കാതെ എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ടേ. ടീച്ചർ അമ്മയും അപ്പോഴേക്കും കുഞ്ഞോടായി പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇരുന്നു കരയുകയല്ല വേണ്ടത്. ഞാൻ ഇന്നാളും നിന്നോട് പറഞ്ഞതാ മോളെ, കരഞ്ഞാ നമ്മൾ ആകെ വീക്കാവും, പിന്നെ ഒരു തീരുമാനമെടുക്കാനോ അഭിപ്രായം പറയാനോ നമുക്കാവില്ലടാന്ന്. എനിക്ക് പണ്ട് പറ്റിയ പ്രശ്നം അതായിരുന്നു. നമ്മളൊരു പ്രശ്നത്തെ വൈകാരികമായിട്ടല്ല കാണേണ്ടത് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും നമ്മൾ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നത് പോലെയല്ല നാത്തൂനെ, കൊച്ചിന് വിഷമം കാണത്തില്ലേ എന്ന് ലിലിമാമിയും ചോദിക്കുന്നുണ്ട്. കനിയപ്പോഴേക്കും പറയുന്നുണ്ട്. ഇത് നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ, ഇനി സെന്റി അടിച്ച് തിരികെ കയറി ചെല്ലാതിരിക്കുന്നതാ നല്ലതെന്ന്. അപ്പോഴേക്കും ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഞാൻ സന്തോഷിനെ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്കാമെന്ന്. അത് കേട്ട് തന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് വീണയും ചോദിക്കുന്നുണ്ട്. കോടതിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ വിളിച്ചതല്ലേ അമ്മ, എന്തായിരുന്നു എല്ലാവരുടെയും ബഹളം? അതിനുശേഷം സന്തോഷേട്ടൻ അമ്മയുടെ ഫോൺ എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചോണ്ട് വീണ കരയുമ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം, ഞാൻ സന്തോഷിന്റെ വീട് വരെ ഒന്ന് പോവാം, എല്ലാവരെയും നേരിൽ കണ്ടൊന്ന് സംസാരിക്കാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടീസ് അയച്ചാൽ മാത്രം പോരല്ലോ, കാര്യങ്ങളിൽ ഒരു വ്യക്തതയൊക്കെ വേണ്ടേ എന്ന് വല്യമ്മയും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ടീച്ചറമ്മയും പറയുന്നുണ്ട്. അത് നല്ലതാ ശിവരാമേട്ടാ, നമ്മുടെ ഭാഗത്തുനിന്നും ഒരു ഇടപെടലൊക്കെ വേണമല്ലോ എന്ന്. സങ്കടത്തോടെ കരയുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി സന്തോഷിന്റെ വീട്ടിലെത്തുന്ന ശിവരാമൻ ചേട്ടനെ പോറ്റി അപമാനിച്ചിറക്കി വിടുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.